ഇറാനിന്റെ മിസൈൽ വർഷത്തിൽ ആളിക്കത്തി ഇസ്രായേൽ. കിഴക്കൻ ജെറുസലേം, തെൽ അവീവ്, ഹൈഫ, ബെൻഗുരിയോർ എയർപോർട്ട് പരിസരം എന്നിവിടങ്ങളിലെല്ലാം അതിശക്തമായ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഹൈഫ പവർ പ്ലാന്റിൽ തീ പറന്നിരിക്കുകയാണ്. ഇവിടെ 2 പവർ ജനറേറ്ററുകളിലും ആക്രമണമുണ്ടായി. മിസൈലുകൾ നേരിട്ട് പതിച്ചെന്ന് ഇസ്രായേൽ റേഡിയോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈഫയിൽ 3 ഇടങ്ങളിലാണ് ഇറാൻ ആക്രമണമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. തെൽ അവീവിലെ കെട്ടിടത്തിൽ മിസൈൽ നേരിട്ട് പതിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. തെൽ അവീവ് നഗരത്തിൽ 4 മിസൈലുകൾ നേരിട്ട് പതിച്ചെന്നും തെൽ അവീവിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായതെന്നും ഇറാൻ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ 25ലധികം ഇസ്രായേൽ പൗരന്മാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ തലസ്ഥാനമായ ജെറുസലേമിൽ മിസൈൽ പതിച്ച് തീപിടുത്തമുണ്ടായിട്ടുണ്ട്. 100-നടുത്ത് മിസൈലുകൾ ഇവിടെ പതിച്ചതായാണ് ഇസ്രായേലിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ട്. അതേസമയം പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നതായും മിസൈലുകൾ ഭൂരിഭാഗവും പ്രതിരോധിച്ചെന്നും ഇസ്രായേൽ ആർമി റേഡിയോ റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. ചിലത് കെട്ടിടത്തിൽ നേരിട്ട് പതിച്ചെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. നാശനഷ്ടം പരിശോധിക്കും വരെ സുരക്ഷിത സ്ഥാനത്ത് തുടരാനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് കാസിമി, ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹക്കിക്ക് എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ആളുകളോട് ബങ്കറുകളിൽ കഴിയാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബങ്കറിൽ കഴിയുന്നതിനാലാണ് മരണസംഖ്യ കുറയ്ക്കാനായത്. തെക്കൻ തെൽ അവീവിലെ ബാത്യാമിലെ താമസ കെട്ടിട സമുച്ചയങ്ങൾ ഇറാൻ ആക്രമണത്തിൽ തകർന്നു. ഇവിടെ 6 പേർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരണം. വടക്കൻ ഇസ്രായേലിലെ തമ്രയിലും ആക്രമണം നടന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറാൻ നിരവധി മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചത്. ഇതിലേറെയും അയൺ ഡോം തന്നെ തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. ഇറാനിൽ 250 ഇടങ്ങളിൽ ആക്രമണം നടന്നതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇറാനിലെ എണ്ണപ്പാടങ്ങൾക്ക് തീപിടിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വടക്കൻ ഇറാനിലെ തജിരിഷ് ചത്വരത്തിലും ആക്രമണമുണ്ടായി. ശനിയാഴ്ച 20 കുട്ടികളടക്കം 60 പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ ഔദ്യോഗിക TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിഴക്കൻ അസർബൈജാനിൽ 30 പേർ കൊല്ലപ്പെട്ടതായി ഗവർണർ അറിയിച്ചു. അതിൽ 30 പേരും ഇറാൻ സൈനികരും ഒരാൾ റെഡ് ക്രസന്റ് അംഗവുമാണ്. കഴിഞ്ഞ 3 ദിവസമായി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 224 പേർ എന്ന് റിപ്പോർട്ടുണ്ട്. 1277 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലപ്പെട്ടവരിൽ 90%-ലധികവും സാധാരണക്കാരാണെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ചർച്ചകൾ പിന്നണിയിൽ പുരോഗമിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെ പറഞ്ഞു. ഇറാനും ഇസ്രായേലും ഒരു ഡീലുണ്ടാക്കേണ്ടതുണ്ട്, അത് ഉണ്ടാകും എന്നാണ് ട്രംപ് കുറിച്ചത്. മുൻപ് ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം ഉടലെടുത്തപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഡീലുണ്ടാക്കാൻ തൻ്റെ ഇടപെടൽ വിജയകരമായിരുന്നുവെന്ന അവകാശവാദത്തോടെയാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒന്നിൻ്റെയും ക്രെഡിറ്റ് ലഭിക്കാറില്ല, കുഴപ്പമില്ല, ജനങ്ങൾക്ക് മനസ്സിലാകും എന്നും ട്രംപ് കുറിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.